ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഒക്ടോബർ മാസം 8-ാം തീയതി വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 20-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് സ്മുർന സഭയെക്കുറിച്ചുള്ള സഭയോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്ന് രാത്രി നാം തുടർന്ന് ചിന്തിക്കുന്നത് പെർഗമോസിലെ സഭയോടുള്ള ബന്ധത്തിലുള്ള ദൂതുകളെ കുറിച്ചാകുന്നു. അപ്പോൾ ഇതുവരെ പഠിച്ചത് ദൈവത്തിൻ്റെ വലിയ അള്ളപ്പാടുകളെ, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ചുരുക്കം വാക്കുകളിലാണ് ദൈവം സഭകളോട് സംസാരിക്കുന്നതിലും അതിൽ മറഞ്ഞിരിക്കുന്നത് വലിയ മർമ്മങ്ങളാണെന്നുള്ളത് നമുക്കത് ഗ്രഹിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എഫെസോസിലെ സഭയോടുള്ള ബന്ധത്തിൽ സാത്താൻ ഉപയോഗിക്കുന്ന തന്ത്രം ആദ്യ സ്നേഹത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ സഭയാകുന്ന സ്മുർന സഭയുടെ കുറവുകളൊന്നും ഇല്ലെങ്കിലും അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കുമെന്നാണ്. അപ്പോൾ ആദ്യ സ്നേഹത്തിൽ നിൽക്കുന്നവരെ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശത്രു ചെയ്യുന്ന രണ്ടാമത്തെ തന്ത്രമാണ് ഉപദ്രവം. അപ്പോൾ ഉപദ്രവിച്ച് അവരെ കഷ്ടപ്പെടുത്തി ഇതിൽ നിന്ന് മടുത്തിട്ടിട്ടിട്ട് പോകണം എന്നുള്ള നിലവാരത്തിൽ ശത്രു അവൻ്റെ തന്ത്രങ്ങളെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സഭകളോടുള്ള ദൂതുകൾ വായിക്കുമ്പോൾ അത് ആഗോളപരമായിട്ടുള്ള ദൈവസഭകളിലുള്ള ഓരോ വ്യക്തികളെ സംബന്ധിച്ചുള്ള ദൂതുകളാണ്. അല്ലാതെ അത് പ്രത്യേകമായിട്ടൊരു കൂട്ടർക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പം നാം ആദ്യ സ്നേഹത്തിൽ പിടിച്ചു വന്നു, വിശ്വാസം ഇറങ്ങിയിട്ട് എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നു, അതിനെ അതിജീവിച്ച് യേശുക്രിസ്തുവിനേക്കാൾ മറ്റൊന്നിനെ സ്നേഹിക്കാതെ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ അതിനെ വിസ്തൃതമാക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ കലി പൂണ്ട് അസൂയ പൂണ്ടെന്ന സാത്താൻ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ ഉപദ്രവിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി അഴിച്ചുവിടുന്ന തന്ത്രത്തെക്കുറിച്ചാണ് സ്മുർന സഭയുടെ ബന്ധത്തിൽ നാം മനസ്സിലാക്കിയത്. പക്ഷെ അതിന് പരിമിതിയുണ്ട്. കർത്താവ് പറഞ്ഞു, നിനക്ക് ഉപദ്രവത്തിനുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ്, എന്നാൽ ലഭിക്കാൻ പോകുന്നത് അത് അനന്തമായിരിക്കുന്ന ദൈവിക നിത്യതയാണ്. അതുകൊണ്ട് ആ പ്രതിഫലം ഓർത്തുകൊണ്ട് ജീവിക്കണമെന്നാണ് അവിടെ സ്മുർന സഭയോട് പറയുന്നത്. അവിടെ കുറവുകളില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ സ്മുർന സഭയിലുള്ളവർക്ക് വിശ്വാസത്തിൽ ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്കും ഈ കാലഘട്ടങ്ങളിൽ ജയാളികളായി ജീവിക്കാൻ കഴിയും എന്നുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയാക്കുന്നത്. പലർക്കും പലരും ചോദിക്കും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? യേശുക്രിസ്തു ജീവിച്ചോടെ ജീവിക്കാൻ പറ്റുമോ? അവിടെ ജയാളികളായി അവരെ ദൈവം എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ് അവർ ജയാളികളാണെന്ന്. അപ്പോൾ അന്ന് അവർക്ക് ജയാളികളായെങ്കിൽ ഇന്നും അതിനുള്ള സാധ്യതകളുണ്ട്, അതിന് സാധിക്കും. നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നമ്മളെ അതിലേക്ക് നയിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ആത്മാവാണ് ഇതിനെ നയിക്കുന്നത്. അവരുടെ കഷ്ടതയും ദാരിദ്ര്യത്തിലും ദൈവവും അവരോട് കൂടിയിരുന്ന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെ കൊടുത്ത് അവരെ ജയാളിയാക്കി തീർത്തു. സാത്താൻ്റെ തന്ത്രമായിരിക്കുന്ന ഉപദ്രവത്തെ അതിജീവിപ്പാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് പ്രശംസനീയമായ കാര്യമാണ്. അതുപോലെ ദിവസങ്ങളിൽ ശത്രു ഒരുക്കുന്ന തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നാമും ജയാളികളായി മാറണം എന്നാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ചിന്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. ഇന്ന് നമ്മൾ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തെ ആമുഖ വാക്യമായിട്ട് നമ്മൾ വായിക്കുകയും സഭകളുള്ള ദൂതിൽ ഞാൻ പറഞ്ഞല്ലോ 7 ഘടകങ്ങളാണ് ഉള്ളത്. അത് 1 അഭിസംബോധന, 2 സഭയെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള വിലയിരുത്തൽ, 3 കുറവുകളെക്കുറിച്ച് വെളിപ്പെടുത്തൽ, 4 പ്രശ്ന പരിഹാരം, 5 മുന്നറിയിപ്പുകൾ, 6 പ്രതിഫലം, 7 സമാപന വാക്കുകൾ. ഈ ഒരു ക്രമീകൃതമായ പാറ്റേണിലാണ് ദൈവം തൻ്റെ സഭകളോട് ദൂതറിയിച്ചിരിക്കുന്നത്. കർത്താവ് പറയുന്ന എല്ലാം വ്യക്തമായിട്ടും അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ക്രമീകൃതമായ രീതിയിലാണ്, ഓർഡറിലാണ് ദൈവം നൽകുന്നത്. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നാം വായിക്കുമ്പോൾ അത് ഓർഡറിൽ അത് നൽകുന്നതായിട്ട് മനസ്സിലാക്കും. പക്ഷെ അതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ അല്ലാതെ ഇതെല്ലാം ഇപ്പം നമ്മളിപ്പം ഓരോ സഭയുടെ കാണാതെ പഠിച്ചു വെച്ചാൽ മനസ്സിലാകത്തില്ല. എന്നാൽ അതിനെ ഒരു ഓർഡറിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ 2-3 അധ്യായങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ അഭിസംബോധന വാക്കുകളായിട്ട് പറഞ്ഞിരിക്കുന്നത്, പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക, മൂർച്ചയേറിയ
ഇരുവായത്തുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഈ മൂർച്ചയുടെ ഇരുവായത്തുള്ള വാളിനെ കുറിച്ച് അതിൻ്റെ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ആണ് പറഞ്ഞിരിക്കുന്നത് വ്യക്തമാണ്. അത് നമ്മൾ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുന്ന അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായറ്റുള്ള വാൾ പുറപ്പെടുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഇരുവായത്തുള്ള വാളാണ്. അത് ദൈവസഭയോട് മാനസാന്തരത്തിന് വേണ്ടി അവരെ ഗുണപ്പെടുത്തുവാൻ വേണ്ടി ചെത്തിവെടിപ്പാക്കാൻ വേണ്ടി അയക്കുന്നതാണ് ഇരുവായത്തുള്ള വാള്. അപ്പോൾ ഇരുവായത്തുള്ള വാളിനെ കുറിച്ച് അത് നമ്മൾ പഠിച്ചതുകൊണ്ട് ഒന്നുകൂടി ഞാനത് മനസ്സിലാക്കുവാൻ വേണ്ടി പറയുന്നത്, ഇരുവായത്തുള്ള വാളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ ഇവിടെ ഉപയോഗിക്കുന്നത് ദൈവം നമ്മളോട് ഉപയോഗിക്കുന്നത് ചെത്തി വെടിപ്പാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാളാണ് ഇരുവായത്തുള്ള വാള്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് അതേ വചനം തന്നെ മുറിച്ച് കളയുവാനും അതിന് ആ ഒരു വാള് കൊണ്ട് സാധിക്കും. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയ പ്രകാരമാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ചെത്തി വെടിപ്പാക്കുന്നു. ഇവിടെ ഒരേ ആയുധം കൊണ്ടാണ് രണ്ട് കാര്യവും ചെയ്യുന്നത്. ആയുധം ഉപയോഗിക്കുന്നതിൻ്റെ ഹിതത്തിലാണ്, ഉപയോഗിക്കുന്നവൻ്റെ ഹിതം, അത് ഉപയോഗിക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഒരു മൂർച്ചയേറിയ ആയുധമുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങളൊരു ഗാർഡനിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കാണത് തീരുമാനിക്കാനുള്ള അധികാരം. എന്ത് ചെയ്യണം, അത് ചെത്തി വെടിപ്പാക്കണമോ അതോ പ്രയോജനമില്ലെങ്കിൽ അതിനെ മുറിച്ച് കളയണമോ എന്നുള്ളത് നമ്മുടെ കയ്യിരിക്കുന്ന വാളിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, അത് ഉപയോഗിക്കുന്നവൻ്റെ ഹിതത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് രണ്ട് രീതിയിൽ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒന്ന്, ചെത്തി വെടിപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. രണ്ട്, അത് ആവശ്യമില്ല എങ്കിൽ, ഫലം കായ്ക്കുന്നില്ല എങ്കിൽ മുറിച്ച് ആ കൊമ്പുകളൊക്കെ നീക്കിക്കളയുന്നു. അപ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇത് ഈ മുന്നറിയിപ്പിനുള്ള ബന്ധത്തിലാണ് ചിന്തിക്കേണ്ടതെങ്കിലും ഇവിടെ ഒന്നുകൂടി ഞാൻ ഈ വാളും ഇരുവായത്തുള്ള വാളും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ആകുന്ന വാള് രണ്ട് കാര്യമാണ് നിർവഹിക്കുന്നത്. ഒന്ന്, ഒരേ ആയുധം കൊണ്ട്, വചനം കൊണ്ട് അത് മുറിച്ചു നീക്കണമോ ചെത്തി വെടിപ്പാക്കണമോ എന്ന് നിശ്ചയിക്കുന്നത് സഭയുടെ ഉടമസ്ഥനായിരിക്കുന്ന കർത്താവാണ്. അത് ആ അധികാരം ദൈവം നമുക്കാർക്കും തന്നിട്ടില്ല. അവൻ്റെ വചനമാണത് തീരുമാനിക്കുന്നത്. ദൈവം നമ്മെ അവൻ്റെ വാളാകുന്ന വചനം കൊണ്ട് നീക്കിക്കളയാതെ രാത്രിയിൽ നമുക്ക് പറയാം, കർത്താവേ, ഈ സന്ദേശം ഞങ്ങൾ കേൾക്കുമ്പോൾ ഓരോ ദിവസവും അങ്ങയുടെ ഇരുവായത്തിലുള്ള വാളാകുന്ന ദൈവവചനം കൊണ്ട് ഞങ്ങളെ ചെത്തി വെടിപ്പാക്കി യജമാനന് അധികം ഫലം കായ്ക്കുക തിരുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് ഈ പ്രാരംഭ സമയത്ത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് കൂടുതലായി നാം ഗ്രഹിച്ച് മനസ്സിലാക്കി തലയ്ക്കകത്ത് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടല്ല, അതുകൊണ്ടല്ല നമുക്ക് പ്രയോജനമുണ്ടാകും. വായിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുമ്പോൾ ആ കുറവുകൾ പരിഹരിക്കപ്പെടുവാൻ വേണ്ടി നാം വെറുതെ ഇറങ്ങിപ്പോകത്തില്ല. കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടേ പോവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നാം പോയി നിൽക്കുമ്പോൾ, അതിന് മുമ്പാകെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള കർത്താവേ, എൻ്റെ കുറവുകളെ ചെത്തി വെടിപ്പാക്കി അധികം ഫലം കായ്ക്കേണ്ടതിന് എന്നെ ചെത്തി വെടിപ്പാക്കണമേ. എന്നെ ഒരു കാരണവശാലും മുറിച്ച് കളയരുതേ. എൻ്റെ തലമുറകളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവേ, അങ്ങോട്ട് ചേർന്നിരിക്കുന്ന ദൈവമക്കളെ വേണ്ട എന്ന് കണ്ടുകൊണ്ട്, ഫലം കായ്ക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ വാളുപയോഗിച്ച് അതിനെ മുറിച്ച് കളയാതെ ഞങ്ങളെ ചെത്തി വെടിപ്പാക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് ഇടപെടുമ്പോൾ അതനുസരിച്ച് നാം പ്രാർത്ഥിക്കണം. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. ദൈവവചന പ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ അതിനെയാണ് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ കുറച്ചു കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ശ്രദ്ധയോടുകൂടി നാം എന്താണോ ഉദ്ദേശിക്കുക, കാരണം കർത്താവ് സ്വർഗത്തിലും നാം ഭൂമിയിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നത് അത് വളരെയധികം വേണ്ട രീതിയിൽ വേണ്ട കാര്യങ്ങളെ ആണ് നാം ദൈവത്തോട് സംസാരിക്കേണ്ടത്. പ്രാർത്ഥനയിൽ ശ്രദ്ധ വേണം. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വിഷയങ്ങളെ
ദൈവത്തോട് നമുക്ക് തുറന്നു പറയാം, കർത്താവേ എന്നെ ഒന്ന് ചെത്തിവെടിപ്പാക്കണമേ. അധികം ഫലം കായ്ക്കേണ്ടതിന് ദൈവം നമ്മളെ ചെത്തിവെടിപ്പാക്കി നൂറുമേനി വിളയുന്ന ഒരനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് മാനസാന്തരപ്പെടാത്തവരെ ദൈവം പറഞ്ഞിരിക്കുന്ന ഞാനവരെ നീക്കിക്കളയുമെന്നാണ് പറയുന്നത്. അപ്പോൾ പെർഗമോസിലെ സഭയോട് ദൂതറിയിക്കുമ്പോൾ അവിടെ പെർഗമോസിലെ സഭയോട് ദൂത അറിയിക്കുന്ന അഭിസംബോധന ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്നും, സഭയോട് ദൂതറിയിക്കുമ്പോൾ മാനസാന്തരത്തിന്റെ വചനമാകുന്ന മൂർച്ചയേറിയ ഇരുവായിട്ടുള്ള വാളാണ് അവൻ്റെ വായിലൂടെ പ്രസ്താവിക്കപ്പെടുന്നതെന്നും, അപ്പോൾ ആ വാള് മുഖാന്തരമായി, ഇരുവായിട്ടുള്ള വാള് മുഖാന്തരമായി ദൈവസഭയെ ദൈവം ശോധന ചെയ്യുകയാണ്, അവനെ പരിശോധിക്കുകയാണ്, മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തുകയാണ്. അതിനെക്കുറിച്ചാണ് തുടർന്നിവിടെ രേഖപ്പെടുത്തപ്പെടുന്ന അഭിസംബോധന വാക്യം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാകുന്നത് ഈ ദൂത് അറിയിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുന്നത്, അവിടെ പൊതുവായി സഭയെക്കുറിച്ച് വിലയിരുത്തുക. നമ്മൾ എഫെസസ് സഭയെക്കുറിച്ച് വിലയിരുത്തിയത് കണ്ടു, സ്മുർന്ന സഭയെക്കുറിച്ച് വിലയിരുത്തിയത് കണ്ടു. അപ്പോൾ ഈ പെർഗമോസ് സഭയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിട എന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. കർത്താവ് പെർഗമോസഭയിലെ ആൾക്കാരോട് പറയുക, നീ താമസിക്കുന്നിടം എവിടാന്ന് എനിക്കറിയാം. അത് പോരാട്ടങ്ങളുടെ ഭൂമിയാണ്, അത് സാത്താന്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എനിക്കറിയാം നിന്റെ സ്ഥിതി എന്താണെന്നുള്ളത്. അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഏതാണെന്നോ അത് എത്രമാത്രം പോരാട്ടമുള്ളതാണെന്നോ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ വിചാരിക്കും, ഈ പോരാട്ടമുള്ള ചില വിചാരിക്കും ഇവർക്ക് എന്നും പോരാട്ടമേ ഉള്ളൂ, എന്നും വിഷയങ്ങളേ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ബന്ധുക്കുസരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് പോരാട്ടത്തെക്കുറിച്ച് മാത്രമേ പറയാം. നമ്മൾ പോരാടുന്നവരാ. കാരണം നമ്മൾ ഈ നന്മയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ തിന്മയോട് പോരാടുന്നവരാണ്. നമ്മൾ ഇരുളിനോട് പോരാടുന്നവരാണ് വെളിച്ചത്തിൻ്റെ മക്കൾ. ദൈവം നമ്മളെ അതിനെ യോദ്ധാക്കളാക്കിയോടെ നിർത്തിയിരിക്കുക. ദൈവത്തിൻ്റെ സർവായുധവർക്കും ധരിപ്പിച്ചുകൊണ്ട് ദൈവനാമത്തിലൂടെ നമ്മൾ നിർത്തിയിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ട്. യഥാർത്ഥത്തിൽ പോരാട്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അവർ ആത്മീയ പോർക്കളത്തിലല്ല, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ലെന്നത് വ്യക്തമാണ്. എന്നാൽ ഈ പോരാട്ടങ്ങളെ അതിജീവിച്ചു കൊണ്ട് നിൽക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുന്നു എന്നുള്ളത് നാം ഈ സഭകളുള്ള ദൂത് വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നു. കാരണം നമ്മുടെ സാഹചര്യങ്ങളെ നന്നായി അറിയുന്ന ഒരു സർവ്വസൈന്യാധിപന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്, യുദ്ധം ചെയ്യുന്നവരാണ് ദൈവമക്കൾ. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെട്ടു പോകേണ്ട. നമ്മളെക്കുറിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മളെ കൂടി ആക്കിയിരിക്കുന്നത് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഇവര് ഇങ്ങനെ ഈ വളരെ പ്രതിസന്ധി നിറഞ്ഞിരിക്കുന്ന ഒരു ദേശത്താ പാർക്കുന്നെങ്കിലും ഇവർ ഒരൊറ്റ കാര്യം ചെയ്തിട്ടുണ്ട്, യേശു എന്ന നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഇന്ന് ഈ രാത്രിയിലും നമുക്കും ചെയ്യേണ്ട കാര്യം, നാമും ഈ നാമത്തെ മുറുകെ പിടിച്ചാൽ നാം ഉയർത്തപ്പെടുവാനിടയാത്തരും. ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നാൽ അവൻ നമ്മളെ ഉയർത്തും. യേശുവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുക എന്നതിൻ്റെ അർത്ഥം വിശ്വാസത്തെ മുറുകെ പിടിച്ചു. അതെ, എന്തു വന്നാലും ഞങ്ങൾ ക്രിസ്തുവിനെ വിട്ടുമാറത്തില്ല. അത് മരണമാകട്ടെ ജീവനാകട്ടെ എന്താകട്ടെ, ഞങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വിട്ടുമാറത്തില്ല എന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് എവിടാണെന്നറിയാമോ? സാത്താന്റെ സിംഹാസനമുള്ള പോരാട്ടങ്ങളുടെ നടുവിലാണ് ഇവർ ദൈവത്തെ മുറുകെ പിടിക്കുന്നത്. നാം താമസിക്കുന്ന സ്ഥലങ്ങൾ പൈശാചിക മേൽക്കോയ്മകളുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നാം ദൈവത്തെ മുറുകെ പിടിച്ചോളണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് അതൊക്കെ അർത്ഥമാക്കുന്നത്. അവൻ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രവർത്തിക്കാൻ എപ്പോഴും നോട്ടം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഇവിടെ ചിന്തിക്കുമ്പോൾ ഈ പെർഗമോസിൽ സാത്താന്റെ സിംഹാസനം ഉണ്ട് എന്നുള്ളത് കൊണ്ട്
അവിടെ തുർക്കിയിലുള്ള സ്ഥലത്ത് ഇന്നും പോയി പെർഗമോസിൽ പോയി അവിടെ സാത്താൻ സിംഹാസനം നോക്കാൻ പോകുന്നു വേണ്ട. അതൊരു ആലങ്കാരികമായ ഭാഷയിൽ ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. അതല്ലാതെ സാത്താൻ്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലം പെർഗമോസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പാട് പുസ്തകം വായിച്ചിട്ട് ആരും പോയി അവിടെ പോയി തരയാനൊന്നും പോകണ്ട. അങ്ങനെ ഒരു സിംഹാസനം അവിടെ ഇല്ല. എന്നാൽ അതെന്താകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമുക്കത് ഗ്രഹിച്ചെടുക്കാൻ വേദപുസ്തകത്തിൻ്റെ ചില വാക്കുകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ പെർഗമോസിൽ സാത്താൻ്റെ സിംഹാസനം ഉണ്ട് എന്ന് കർത്താവ് 2 പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ സിംഹാസം ഉള്ളതെന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ച് നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. എടുത്തു പറയുകയാണ്, സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. അപ്പോൾ നമുക്കത് ഉറപ്പാണ്. ഒരു കാര്യം 2 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാൽ അത് നിശ്ചയമാണ്. ദൈവം പറയുക അത് സാത്താൻ സിംഹാസം ഉള്ളത് തന്നെയാണ്, അത് സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. എന്നിട്ട് പറയാണ്, എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഈ സാത്താൻ്റെ സിംഹാസനം അല്ലെങ്കിൽ അവൻ പാർക്കുന്നത് എന്നത് ആലങ്കാരികമായി ദൈവത്തോട് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ശുദ്ധി എന്തെന്ന് നാം മനസ്സിലാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ ഒരിക്കലും അക്ഷരികമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് സാത്താൻ്റെ സിംഹാസനം എവിടെയാണെന്ന് ചോദിച്ചാൽ പെർഗമോസാണെന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയരുത്. അത് പറഞ്ഞിരിക്കുന്ന എന്താണെന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കണം. ആസിയിൽ ദൈവവചനം ശക്തിപ്പെട്ട് അനുഗ്രഹീതമായ ദൈവസഭകൾ രൂപം കൊണ്ടപ്പോൾ വിരളി പൂണ്ട സാത്താൻ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഈ പെർഗമോസ് എന്ന സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് എങ്ങനെയെങ്കിലും ദൈവസഭകളെ ഉന്മൂലനം ചെയ്ത് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച സ്ഥലമായിരുന്നു പെർഗമോസ്. അതുകൊണ്ടാണ് അവിടെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് ദൈവം അന്ന് ദൂത് പറഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് പറഞ്ഞ ദൂത് ഇന്ന് നമ്മൾ ഒരിക്കലും അവിടെയാണ് പെർഗമോസാണ് സാത്താൻ സിംഹാസിക്കുന്നത് യേശു പറഞ്ഞാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി തരയണ്ട. ഞാൻ പറഞ്ഞല്ലോ, അത് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് പെർഗമോസിൽ സാത്താൻ പാർക്കുന്നതെന്നും അവൻ്റെ സിംഹാസനം ഉള്ളയിടെന്നും പ്രസ്താവിച്ചിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു അർത്ഥത്തിൽ അത് ചിന്തിക്കരുത്. ഇനിയിപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റൊരു ഭാഗം അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അതേക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ സാത്താൻ അവിടെ ഒരു സ്ഥലത്തെ അവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള സഭകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവൻ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി വന്ന് അവൻ്റെ പ്രവൃത്തിയെ വിപുലീകരിച്ച സ്ഥലമായതുകൊണ്ടാണ് ഈ പെർഗമോസിനെ സാത്താൻ്റെ സിംഹാസനം എന്ന് പറയുന്നത്. അതിന് തെളിവായിട്ട് മറ്റൊരു വചനം വായിച്ചെങ്കിലേ നമുക്കിതിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥമായ പൊരുൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. യിരെമ്യാ പ്രവചനം 49-ാം അധ്യായം 38-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ച് കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനം വായിക്കുകയാണെങ്കിൽ യഹോവയുടെ സിംഹാസനം എവിടെയാണ്? ഏലാമിലാണെന്ന് പറയും. അവിടെ അക്ഷരികമായിട്ടുള്ള ചിന്തയില്ലാതെ വരുന്നത്. നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ സിംഹാസനം സ്വർഗത്തിലായിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സാത്താന്റെ സിംഹാസനം അത് ഭൂമിയുടെ അധോഭാഗത്തുള്ള സ്ഥലത്താണ് അവൻ്റെ സ്ഥലം. അവൻ്റെ സിംഹാസനം അവൻ്റെ ആസ്ഥാനവും താഴെയാണ്. അത് അധോപാതാളത്തിനും നരകത്തിനും ഇടയിലുള്ള അഗാധത്തിലാണ് അവൻ്റെ സിംഹാസനം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ കർത്താവിൻ്റെ സിംഹാസനം നമുക്കറിയാം സ്വർഗാസുഖത്തിലാണെന്ന് അറിയാം. എന്നാൽ ഇവിടെ ആലങ്കാരികമായ ഭാഷയിലൂടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെ നശിപ്പിച്ച് കളയുമെന്ന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ദൈവം ആ സ്ഥലത്തെ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ആസ്ഥാനമായിട്ട് എടുക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ സിംഹാസനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ സ്ഥിരമായിട്ട് ദൈവത്തിൻ്റെ സിംഹാസനം ഏലാമിലുണ്ടെന്നുള്ളതല്ല. നമുക്ക് ഏതെങ്കിലും പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഒരു പരസ്യയോഗമോ അല്ലെങ്കിൽ പരസ്യ പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയിട്ടായിരിക്കും അവിടെ ആ പ്രവർത്തനം നടക്കുന്നത്. ഒരു ലൊക്കേഷൻ, ഒരു പോയിന്റ് നമ്മൾ എല്ലാവരും കൂടി വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് നമ്മളത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ദൈവം ഏലാമിൽ ഉണ്ടായിരുന്ന ആ അന്നത്തെ ദുഷ്ട സിംഹാസനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി രാജാവിനെയും പ്രഭുക്കന്മാരെയും ഏലാമിൽ ദൈവത്തിന് വിരുദ്ധമായി നിന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ദൈവ പ്രവൃത്തിക്ക് വിരുദ്ധമായി നിൽക്കുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ദൈവം തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്ത് തൻ്റെ സിംഹാസനം സ്ഥാപിച്ചു എന്നതിൻ്റെ അർത്ഥം
താൻ അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ആ സ്ഥലത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അവിടെ അതല്ലാതെ കർത്താവ് അവിടെ സിംഹാസനം ഇവിടെ ഇരുന്നു എന്നുള്ളതല്ല. ഇതിലാണ് അങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത്. അതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏത് വിധേനയും ആസിയിലെ സഭയെ, ദൈവസഭകളെ നശിപ്പിച്ച് കളയുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി, ഏലാമിലാണ് ദൈവത്തെ സിംഹാസനം എന്നല്ല, മറിച്ച് ദൈവിക അധികാരത്തിന് വിരുദ്ധമായി എഴുന്നേറ്റ ഏലാമിനെ നശിപ്പാൻ ദൈവം തന്റെ അധികാര കേന്ദ്രം അവിടെ സ്ഥാപിച്ച് തന്റെ ദൗത്യം പൂർത്തീകരിച്ചെന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് ദൈവത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നമുക്കറിയാം, ഒരു പ്രകൃതിക്ഷോഭങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് അപ്പോൾ ആ ഗവൺമെന്റിന്റെ മിഷനറി മുഴുവൻ എത്തും. അവരവിടെ ആ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ആ സ്ഥലത്തെ ലൊക്കേറ്റ് ചെയ്യും. അങ്ങനെയാണ് തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആ ഡിസ്ട്രിക്റ്റിന്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ എല്ലാ മിഷനറികളും അവിടേക്ക് എത്തും. അതിനെ കേന്ദ്രീകരിച്ചാണ് അവിടെ രക്ഷാപ്രവർത്തനം. എന്ന് പറഞ്ഞ പോലെ ഒരു സാത്താൻ അവൻ ഈ സഭകളെ നശിപ്പിക്കാൻ വേണ്ടി അവന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സ്ഥലമാണ് പെർഗമോസ്. അതുകൊണ്ടാണ് സാത്താന്റെ സിംഹാസനം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏലാമിൽ കർത്താവ് തന്റെ സിംഹാസനം സ്ഥാപിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ പ്രവൃത്തി ഏലാമിനെ നശിപ്പിച്ചു കളയാൻ വേണ്ടി, അതിനെ അവിടെ ദൈവത്തിന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ദൈവം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കിയെടുക്കുക. രണ്ട് വചനങ്ങൾ ഒരു വചനം നമ്മൾ തെളിവായിട്ടെടുത്ത് വെളിപ്പെടുത്തുന്നത് കൊണ്ട്, വചനത്തെ വചനം കൊണ്ട് തെളിയിക്കുന്നത് കൊണ്ട് അതിന് ആധികാരികതയുണ്ട്. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഒരു വചനത്തെ നമ്മൾ വചനം കൊണ്ടാണ് തെളിയിക്കേണ്ടത്. ദൈവവചനം സംസാരിക്കുമ്പോൾ ആ വചനത്തിന് ഒരു ഇണ കാണും, വേറെ എവിടെയെങ്കിലും അതിന് ഇണയുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കുകയില്ല, എല്ലാറ്റിനും ഇണയുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എല്ലാ വചനങ്ങൾക്കും തെളിയിക്കപ്പെടുവാൻ വേണ്ടി അത് മറ്റൊരു വചനം അല്ലെങ്കിൽ ഒന്നിലധികം വചനങ്ങൾ വേദപുസ്തകത്തിൽ മറഞ്ഞു കിടപ്പുണ്ട്. അതിനെ നമ്മൾ എടുത്ത് മനസ്സിലാക്കി പഠിക്കണം. അല്ലാതെ കുറേ കഥകൾ പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ ഹിസ്റ്ററി എന്നുള്ള കുറേ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. വചനത്തിൽ നിന്ന് വചനം കൊണ്ടാണ് നാം തെളിയിക്കേണ്ടത്. വചനത്തെ വചനം കൊണ്ട് തെളിയിക്കണം. അതാണ് ദൈവവചന പഠനം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയം നമുക്കത് വെളിപ്പെടുത്താൻ കഴിയുന്നതുകൊണ്ട് ഇത് അക്ഷരികമല്ല, അത് ദൈവം അതിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതിന് വ്യക്തത ലഭിച്ചതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തു നിന്ന് മാറുകയാണ്. അടുത്തതിലേക്ക് ഇവിടെ കാണുന്നത്, ഇവരെ നശിപ്പിക്കാൻ വേണ്ടി ഏത് വിധത്തിലുമുള്ള പരിപാടികൾ ചെയ്തപ്പോൾ, വലിയ പോരാട്ടം അവിടെ നടക്കുമ്പോൾ ഇവരെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അവര് ദൈവത്തിന്റെ നാമത്തെ മുറുകെ പിടിച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സമയം പോരാട്ടമുണ്ടായപ്പോൾ പെർഗമോസിലെ സഭ ദൈവത്തിന്റെ നാമത്തെ മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് അവിടെ ഉണ്ടായ ഒരു കലകത്തിൽ അതേക്കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടിരുന്നാൽ വിശദീകരണമായിരിക്കുന്ന ചരിത്രപരമായ ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ പെർഗമോസ് സഭയുടെ അധ്യക്ഷനായിരുന്ന, എൽഡറായിരുന്ന, അല്ലെങ്കിൽ ആ സഭയുടെ നേതൃത്വത്തിൽ നിന്നിരുന്ന അന്തിപ്പാസ് എന്ന ദൈവത്തിന്റെ വിശ്വസ്തനായിരിക്കുന്ന പ്രിയനായിരുന്ന ആ വ്യക്തിയെ ഒരു ദേവക്ഷേത്രത്തിലെ പുരോഹിതന്മാർ ഒരു ബഹളത്തിൽ അദ്ദേഹത്തെ വധിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഇതേക്കുറിച്ച് ബഹളത്തിൽ അവനെ കൊന്നുകളഞ്ഞു. നമുക്കറിയാം, പല ബഹളങ്ങളും ഉണ്ടായിട്ടുണ്ട്. പൗലോസിനെയൊക്കെ പല ബഹളങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ പഠനത്തിൽ 3 രക്തസാക്ഷികളുടെ പേരാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കൂടുതലുണ്ടോ എന്നുള്ളത് വിശകലനം ചെയ്ത് പഠിക്കുക. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് കറക്റ്റാണെന്നില്ല. പുതിയ നിയമത്തിൽ ഞാൻ വായിച്ചു നോക്കിയാൽ എനിക്കുള്ള ഒരു തെളിവിൽ 3 പേരുടെ രക്തസാക്ഷ്യത്തെക്കുറിച്ചാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത്. എത്രയോ അനേക രക്തസാക്ഷിയായിട്ടുണ്ട്. പേര് പറഞ്ഞിരിക്കുന്നത് 1 സ്തെഫാനോസ്, 2 യാക്കോബ്, 3 അന്തിപ്പാസ്. മറ്റ് ആരുടെയെങ്കിലും പേരുകളുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കാണിച്ച് പഠിക്കുന്നതാണ്. ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഞാനൊരു പെട്ടെന്ന് ഇന്ന് വൈകിട്ട് ചിന്തിച്ചപ്പോൾ ഈ 3 പേരെ ഉള്ളല്ലോ ബൈബിളിൽ പേര് രേഖപ്പെടുത്തിയ രക്തസാക്ഷികളെന്ന് കാണുന്നു. എന്നാൽ അവരല്ല, ഓരോ കാലഘട്ടത്തിൽ എത്രയോ ദൈവത്തിൻ്റെ ദാസന്മാർ രക്തസാക്ഷികളായിട്ടുണ്ട്. ഇന്നും രക്തസാക്ഷിത്വം ഭരിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ പെർഗമോസിൽ സാത്താൻ അവൻ്റെതായിട്ടുള്ള സിംഹാസനം വെച്ചുകൊണ്ട് അവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ അവിടുത്തെ ഈ ആൾക്കാർ ആരെല്ലാമാണോ സുവിശേഷത്തിനെതിരായിട്ടുള്ളത് അവർ പ്രകോപനപ്പെടുകയും അവർ മുഖാന്തരമായി അന്ന് നേതൃത്വത്തിൽ നിന്ന് അന്തിപ്പാസിനെ കൊന്നുകളഞ്ഞാൽ
അത് മുഖാന്തരമായി ഇവിടുത്തെ സഭ ഇല്ലാതായി തീരും എന്ന് വിചാരിച്ചുകൊണ്ട് കലകമുണ്ടാക്കി അന്തിപ്പാസിനെ സാത്താൻ കൊന്നുകളഞ്ഞു. എന്നാൽ നമുക്കറിയാം, അങ്ങനെ കൊന്നുകളഞ്ഞാൽ തീരുന്നതല്ല ദൈവസഭ എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് ദ ഡെവിൾ, സാത്താൻ എന്ന് പറഞ്ഞാൽ പാതാള ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ സ്ട്രോങ് ഹോൾഡ്സ്. അപ്പോൾ പെർഗമോസ് സാത്താൻ്റെ സ്ട്രോങ് ഹോൾഡായിരുന്നു, അവൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു, പ്രവർത്തനത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു. പക്ഷേ അതിന് ദൈവസഭയെ ജയിക്കാൻ കഴിയാതിരുന്നത് അന്തിപ്പാസിൽ രക്തം ചീന്തിയെങ്കിൽ രക്തം ചീന്തി സ്ഥാപിച്ചെടുത്ത ദൈവസഭ പരാജയപ്പെട്ടു പോകത്തില്ല. അത് അവൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്നതാണ്. കാരണം ഇത് രക്തം ചീന്തി സ്ഥാപിച്ച സഭയാണ്. കുഞ്ഞാടാകുന്ന ദൈവപുത്രന്റെ, ദൈവത്തിന്റെ രക്തം ചീന്തി സ്ഥാപിച്ച സഭയായതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നതിൻ്റെ അർത്ഥം താഴ്ചകൾക്കോ ഉയർച്ചകൾക്കോ ഒന്നിനും തന്നെ ദൈവത്തിൻ്റെ സഭയെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം ഈ സഭയിൽ വ്യാപരിക്കുന്നത് കുഞ്ഞാടിൻ്റെ ജീവനാണ്. അപ്പം അതുകൊണ്ടാണ് ജീവൻ കൊടുക്കേണ്ടി വന്നാലും സഭ അവിടെ പതറിപ്പോകാതിരുന്നത്, കുലുങ്ങിപ്പോകാതിരുന്നത്. സ്തെഫാനോസിനെ കൊന്നുകളഞ്ഞപ്പോൾ സഭ ചെതറിപ്പോയെങ്കിലും അവിടെ മനസ്സ് ചെതറിപ്പോയില്ല. അവിടെ ലൊക്കേഷൻ, അവർ പ്രവർത്തിച്ച സ്ഥലത്തുനിന്ന് ദൈവസഭയിലുള്ള ആൾക്കാരെ പല സ്ഥലങ്ങളിലേക്ക് ചെതറിച്ചു വിട്ടു. പക്ഷേ ചെതറിപ്പോയ ഒരൊറ്റ മനുഷ്യന്റെ പോലും മനസ്സ് ചെതറിപ്പോയില്ല. അവന്റെ മനസ്സ് ഏകാഗ്രമായിരുന്നു. ഇന്ന് ഈ രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ മനസ്സുറച്ചിരിക്കും. അവൻ ഏത് പ്രതിസന്ധി വന്നാലും അവൻ ഉറച്ചു നിൽക്കും. ഒരുപക്ഷെ സ്ഥലത്ത് നിന്ന് നമ്മളെ പറിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും, നമ്മളെ ചെതറിച്ചു കളയുമായിരിക്കും. ഇവരൊക്കെ ചെതറിപ്പോയപ്പോഴും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർ വചനം സംസാരിച്ചു. പല സ്ഥലങ്ങളിലും വചനം സംസാരിച്ചു. അപ്പോൾ പ്രതികൂലമുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒരുപക്ഷെ അവിടുന്ന് ഇട്ടിട്ട് പോകേണ്ടതായിട്ട് വരും, മാറിപ്പോകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഓടിപ്പോകേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഓടിപ്പോകുമ്പോഴും ഈ ദൈവഭക്തന്മാരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ ഒരു മാറ്റവുമില്ല. ദൈവത്തെ മുറുകെ പിടിക്കുന്നവരാണ്. ഇതിനകത്ത് സന്ദേശം മനസ്സിലായി വിചാരിക്കുന്നു. ഇവർ ചെതറിപ്പോയി, എന്നാൽ അവരുടെ മനസ്സ് ചെതറിപ്പോയില്ല. അവർ വളരെയധികം പ്രാഗൽഭ്യത്തോടു കൂടി വീണ്ടും പോയ സ്ഥലത്തെല്ലാം എന്ത് ചെയ്തു? സുവിശേഷം അറിയിപ്പാട്ടിടയായി തീർന്നു. അപ്പോൾ യാക്കോബിനെ കൊന്ന സമയത്തും ദൈവസഭ ചിതറിപ്പോയില്ല. ദൈവസഭയുടെ മനസ്സ് ചിതറിപ്പിച്ചു കളയാൻ പറ്റില്ല. ക്രിസ്തുവിനുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയില്ലെന്ന്. അവിടെ പ്രശ്നങ്ങളുണ്ടായി. പത്രോസിനെ പിടിച്ചിട്ടു, പക്ഷേ ദൈവം അനുവദിച്ചു കൊടുത്തില്ല. ദൈവം അവനെ റിലീസ് ചെയ്യാനിടയായി തീർന്നു. അന്തിപ്പാസിനെ കൊന്നപ്പോഴും ഇവര് യേശു എന്ന നാമത്തെ മുറുകെ പിടിച്ചു നിന്നു. ഞാൻ വിചാരിക്കുന്ന ഒരുപക്ഷെ അവിടെയുള്ളവർക്കൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ഒളിച്ചു പോകേണ്ടി വന്നു കാണും. വളരെ പ്രതികൂലം ഉണ്ടായ സമയത്ത് സ്ഥലം വിട്ടു മാറേണ്ടി വന്നു കാണും. പക്ഷേ ഈ പോയവരാരും പേടിച്ചല്ല പോയത്, അവർ ഭയപ്പെട്ടല്ല പോയത്. അവരുടെ മനസ്സിൽ യേശുവിൻ്റെ ജീവന്റെ രക്തത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. ഇത് രാത്രിയിലും ഇത് സംസാരിക്കുമ്പോൾ ദൈവസഭയുടെ ദൈവമക്കളിൽ വ്യാപരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സുബോധത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നത്. സുബോധം നഷ്ടപ്പെട്ടു പോകത്തില്ല, സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല, അത് ഭയപ്പെട്ടു പോകുന്നില്ല. അത് സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിന്, ധൈര്യത്തിന്റെ ആത്മാവിനെ നമ്മൾ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പുനരുത്ഥാന ശക്തി ശക്തമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് പെർഗമോസിലെ സഭ പീഡനകാലത്തിലും യേശുവിന്റെ നാമത്തിനു പിമ്പിൽ അചഞ്ചലമായി നിന്നുവെന്ന് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ ക്രിസ്തുവെന്ന നാമത്തിന് പിമ്പിൽ ഞാനും നിങ്ങളും അചഞ്ചലമായി നിൽക്കണം. ഒരുപക്ഷെ സ്ഥലം വിട്ടു മാറേണ്ടി വരും, ഓടിപ്പോകേണ്ടി വരും, പ്രശ്നങ്ങൾ കടന്നു വരും. എന്നാലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ തന്നിരിക്കുന്ന ആ ഉറപ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതെ ക്രിസ്തുവിന്റെ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുവാൻ നമ്മൾ വ്യാപരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അത് ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവായതുകൊണ്ട് ആ ആത്മാവിൽ ദൈവസഭ എപ്പോഴും അചഞ്ചലമായി നിൽക്കും എന്നുള്ളതിനെ കാണിക്കാനാണ് പെർഗമോസിലെ സഭയോടുള്ള പ്രവർത്തനത്തിൽ കഥാ വിലയിരുത്തവരോട് സംസാരിച്ചത്.
ഇത് ഇവിടെ എനിക്ക് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അന്നത്തെ സ്മുർന സഭയും ഓരോ സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ആ പ്രത്യേക ഗുണവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്, അത് ചിന്തിക്കുന്നത്, അന്നത്തെ സഭയ്ക്ക് അത് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ, പ്രതിസന്ധിയിൽ തളർന്നു പോകാതിരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ സഭയ്ക്കും സാധിക്കും. കാരണം ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ ആലോചനയോ മനുഷ്യന്റെ ശക്തിയോ അല്ല, ആ യേശു ക്രിസ്തു എന്ന പുനരുത്ഥാന ശക്തിയാൽ ആരംഭിച്ചിരിക്കുന്ന സഭ ഇന്നയോളം നിൽക്കുന്നത് 1-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ടിലേക്ക് നാം നോക്കുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ പ്രശ്നങ്ങളോട് കടന്നുപോയപ്പോൾ അചഞ്ചലമായി നിൽക്കുന്നത് പരാജയപ്പെടുത്തി കളയാൻ കഴിയാതെ ഇന്നും ചരിത്രത്തിന്റെ താളുകളിൽ അത് നിന്നുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ സുവിശേഷം ഘോഷിക്കപ്പെടുന്നതിന്റെ പിമ്പിൽ വ്യാപരിക്കുന്നത് ക്രിസ്തുയേശുവിൻ്റെ അജയശക്തിയായിരിക്കുന്ന പുനരുത്ഥാന ശക്തിയാണ്. അതുകൊണ്ടാണ് അതിൽ വ്യാപരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്നത്. അപ്പോൾ അവർ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയത്, നിങ്ങളുടെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടതിനാൽ ക്രിസ്തുവിൽ പങ്കാളികളാകുന്നു. ഇതിൽ എബ്രായർക്ക് ലേഖനം 3-ാം 14-ാം വാക്യത്തിൽ പറയുന്നത്, ആദ്യ വിശ്വാസത്തെ അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടതിനാൽ അവർ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നു. അപ്പോൾ ക്രിസ്തുവിൽ പങ്കാളികളായി തീരണമെങ്കിൽ നാം ഈ ആദ്യ വിശ്വാസത്തെ, ആദ്യ സ്നേഹത്തെ, ഞാൻ പറഞ്ഞ ആദ്യ പ്രവൃത്തിയെ മറന്നു കളയാതെ അതിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. പ്രഗോമോസ സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പൊതുവിലയത്തിൽ അവിടെ വലിയ പ്രശ്ന കാലഘട്ടത്തിൽ പോലും പതറിപ്പോകാതെ അവർ ദൈവത്തോടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നിലനിന്നു എന്നാണ് പൊതുവായി കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മെക്കുറിച്ചും ദൈവത്തിന് ആത്മാവെന്ന് പൊതുവായി രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ സഭകളെക്കുറിച്ചും നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിന് അത് റിപ്പോർട്ട് എടുക്കുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ വിശകലനം ചെയ്തിട്ട് നല്ലത് നമ്മളെക്കുറിച്ച് പറയുവാൻ, നന്മ മാത്രം ചെയ്യുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി അണിനിരന്നെങ്കിലും സാത്താൻ ഇങ്ങനെ അവരെ പതറിച്ചു കളയാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോഴും സാത്താന് മനസ്സിലായി ഇവരെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ അവരുടെ ഇടയിൽ സാത്താൻ പ്രയോഗിക്കുന്ന തന്ത്രമാണ് സഭയെക്കുറിച്ചുള്ള കുറവുകളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് വാക്യങ്ങളുടെ 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവിടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവർണം നിക്കുലവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. അപ്പൊ ഇവിടെ 2 കുറവുകളെ എടുത്തു കാണിക്കുകയാണ്. എന്നിട്ട് ഇവിടെ കഥ പറയുന്ന നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ടെന്നാണ്. ഈ കുറഞ്ഞൊരു കുറ്റം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കുറ്റങ്ങളൊന്നും ചെറിയ കുറ്റങ്ങളല്ല. ഇവിടെ നിക്കുലോട് ഉപദേശവും ബിലയാമിന്റെ ഉപദേശവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഈ ബിലയാമിന്റെ ഉപദേശം എന്നുള്ളത് വലിയ തെറ്റാണ്. പക്ഷെ ഇവിടെ കുറഞ്ഞൊരു കുറ്റം എന്ന് പറയാൻ കാരണം, ഇത്രമാത്രം പ്രതിസന്ധിയിൽ നീ നിൽക്കുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സാത്താൻ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ കർത്താവ് പറയുക, ഇത്രയൊക്കെ സംഭവിച്ചുള്ളല്ലോ, അതുകൊണ്ട് കുറഞ്ഞതായിട്ട് ഞാൻ കാണുകയല്ലാതെ പാപം ചെറുതാണെന്നല്ല കണ്ടത്. അത് എല്ലാവരെയും തെറ്റിച്ച് കളയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചെറിയൊരു കുറ്റം ഉടലെടുത്തിട്ടുണ്ട്. അത് വ്യാപരിച്ച് വലുതായിത്തീരാതിരിക്കാൻ വേണ്ടി നീ ദിവസങ്ങളിൽ ഉപദേശം കൈക്കൊള്ളാമെന്നാണ് ഇവിടെ ആലോചന പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാം, ഇവിടെ വായിക്കാം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ട അവരുടെ മുമ്പിൽ ഇടച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കുലയുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ചിലർക്ക് പുതിയ നിയമം മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. പുതിയ നിയമം മാത്രം മതിയെങ്കിൽ ബിലയാമിന്റെ ഉപദേശം അവിടെ പോയി പഠിക്കുക. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ 66 പുസ്തകങ്ങളും നമ്മൾ വായിക്കണം, നമുക്ക് വേണ്ടത്. പുതിയ നിയമം കൊണ്ട് മാത്രം നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുതിയ നിയമം മാത്രമേ, പഴയ നിയമം വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇവരെ പഠിപ്പിക്കട്ടെ എന്നാണ് ബിലയാമിക ഉപദേശം എന്നുള്ളത്. ബിലയാമിന്റെ ഉപദേശം എന്താണെന്ന് പഠിപ്പിക്കട്ടെ, പുതിയ നിയമത്തിനടുത്ത് പഠിപ്പിക്കട്ടെ. എവിടെ നിന്ന് എന്താണെന്നുള്ളത്, ദൈവത്തിന്റെ ചരിത്രം എവിടാന്നുള്ളത്. പഴയ നിയമത്തിന്റെ ചരിത്രം ആണ് അത് പുതിയ നിയമത്തിലേക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ എടുത്തിരിക്കുന്നത്. നമുക്ക് പഴയതും പുതിയതും ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ന്യായശാസ്ത്രിയായവൻ, ദൈവരായത്തിന് യോഗ്യനായവൻ പഴയതൊന്നും പുതിയതൊന്നും എടുത്തു കൊടുക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് തെറ്റിപ്പോകരുത് കേട്ടോ. ആരെങ്കിലും ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചാണ്, ഞാനത് പേരല്ല പറയുന്നത്, അത് എനിക്കറിയത്തില്ല ആ ചർച്ചിൽ പഠിത്തത്. പക്ഷേ പുതിയ നിയമം മാത്രം മതി എന്നുള്ള ചിന്തകളിലോട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ആ ഉപദേശം കേൾക്കരുത്. കാരണം നമുക്കിത് പഠിപ്പിക്കണമെങ്കിൽ വെളിപ്പാട് ദിവസമൊന്നും അങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഉൽപ്പത്തി പുസ്തകം മുതലുള്ള എല്ലാ പുസ്തകങ്ങളും പഠിച്ചെങ്കിൽ മാത്രമേ വെളിപ്പാട് ദിവസം പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇതേക്കുറിച്ച് വായിച്ചിട്ട് ബിലയാമി ഉപദേശം നിനക്ക് പിടിച്ച് അവിടെ നിനക്ക് ഉണ്ട് എന്ന് വെളിപ്പാട് ദിവസം വായിച്ചാൽ ആർക്കും മനസ്സിലായി എന്താണെന്നുള്ളത്. അത് മനസ്സിലാകണമെങ്കിൽ സംഖ്യാപുസ്തകം 22, 23 അധ്യായങ്ങൾ വായിക്കണം. അതിലെ വിശദീകരണത്തിൽ ഞാൻ പോകുന്നില്ല. ഇപ്പോൾ സംഖ്യാപുസ്തകത്തിൽ ഇവര് അതേക്കുറിച്ചുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവൻ വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം അത് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ പഴയ നിയമത്തിൽ ബിലയാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ഉപദേശം ഇസ്രായേലിന്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി എന്നതായിരുന്നു. അപ്പോൾ ഈ മോവാബ് രാജാവായിരിക്കുന്ന ബാലാക്ക് നോക്കിയപ്പോൾ തനിച്ചു പാർക്കുന്നവരും കാട്ടുപോ തുല്യമായ ബലമുള്ളവരുമായിരുന്ന ഇസ്രായേൽ ജനതയെ ഒരു വിധത്തിലും പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്ന് മോവാബ് രാജാവിന് മനസ്സിലായി. കാരണം ഇവരെ നോക്കുമ്പോൾ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. തനിച്ചു പാർത്താൽ, വേർപെട്ട് ജീവിച്ചാൽ, പാപത്തിൽ നകന്ന് ജീവിച്ചാൽ, വിശുദ്ധിക്ക് വേണ്ടി പ്രമാണത്തിന് വേണ്ടി നിന്നാൽ, ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവരെ പരാജയപ്പെടുത്താൻ കഴിയാത്തവർ കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ളവരാണ്. ചോദിക്കും, എന്താണ് വേർപാട്? ദൈവസഭയ്ക്ക് വേർപാടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേർപാടുണ്ട്. ചേരേണ്ടതിനോട് മാത്രമേ ചേരാവുള്ളൂ. ചേരേണ്ടാത്ത ഒരു കാര്യങ്ങളോടും ചേരുവാൻ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ വേർപെട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അല്പമല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. എല്ലായിടത്തും നാം ഭാരപ്പെടും, നമുക്ക് പ്രയാസമുണ്ടാകും. കാരണം നമ്മൾ വേർപെട്ട് പോകുന്നതിൻ്റെ പലതിൻ്റെ പിന്നാലെ നമുക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ ചിലർ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഈ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോകുമ്പം ദൈവത്തെ പ്രസാദിപ്പിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കാമെന്ന് പറഞ്ഞു, എന്നെ നിന്ദിക്കുന്നവൻ നിന്നതിനാ തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ഇവിടെ പാളയങ്ങൾ കണ്ടപ്പോൾ അതെത്രമാത്രം മനോഹരമായിരുന്നു. കൂടാരങ്ങൾ, ഇസ്രായേലിൻ്റെ കൂടാരങ്ങൾ വിശുദ്ധിയിൽ അത് ദൈവത്തെ ആരാധിക്കുന്ന കൂടാരങ്ങളായിരുന്നു. അപ്പോൾ അവരെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സാത്താൻ അവിടെ ഉപയോഗിച്ച തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ബിലയാമിക ഉപദേശം അവിടെ കൊണ്ടുവന്നു. എന്താണ് ബിലയാമി ഉപദേശം എന്നറിയാമോ? അവിടെ ഇവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവൻ ആദ്യം ചെയ്തത്, ഈ അരാമിനായിരിക്കുന്ന അവനെ വിളിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ച് ഇസ്രായേലിനെ ശപിപ്പാൻ വേണ്ടി ബാലാക്ക് ബിലയാമിനെ അരാമിൽ നിന്ന് വിളിച്ചു വരുത്തി. ഈ ബിലയാം എന്നുള്ള ആള് ദൈവത്തിന് ആലോചനയൊക്കെ പറയുന്നയാളാണ്, ദൈവികാലുകൾ വെളിപ്പെടുത്തുന്നയാളാണ്. പക്ഷേ ഈ രാജാവ് വിളിച്ചപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, രാജാവല്ലേ വിളിച്ചത്, ഇഷ്ടം പോലെ കിട്ടും. അപ്പം പുള്ളി മനസ്സുകൊണ്ട് അങ്ങ് വീണുപോയി. ദൈവം ആദ്യമേ പറഞ്ഞു, നീ പോകരുതെന്ന് ദൈവം പറഞ്ഞതാ. പക്ഷേ അവൻ്റെ മനസ്സ് മാറിയില്ലാതെ കണ്ടപ്പോൾ ദൈവം നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് വരുന്നത്. നമുക്കത് സംഖ്യാപുസ്തകം വായിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചു കൊടുക്കുന്നുള്ളത്. ദൈവം മനസ്സ് നോക്കിയാണ് സംസാരിക്കുന്നത്. നമ്മൾ പുറമേയൊക്കെ പറയും, ഇല്ലില്ല ഞാൻ പോകത്തില്ല എന്നൊക്കെ പറയും, അല്ലേ, ഞാനത് ചെയ്യത്തിലാണ് പുറമേ പറയും. ദൈവത്തോടെ സംസാരിക്കുന്നത്, ദൈവം ദർശനത്തിൽ പറഞ്ഞാൽ നീ പോകരുതെന്ന് പറഞ്ഞതാണ്. പക്ഷേ പറഞ്ഞില്ല ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവത്തെ മനസ്സിലെ മനസ്സ് അതിനത് ചേർന്ന് പോയി. അപ്പോൾ ദൈവം പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ചെന്നിട്ട് ഇവനെ ഭയങ്കര സ്വീകരിച്ചു. ബാലാക്ക് ബിലയാം വരുന്ന കണ്ടപ്പോൾ അവനെ അതിർത്തി ചെന്ന് സ്വീകരിച്ചുകൊണ്ട് വന്നു. വലിയ സ്വീകരണമൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ എവിടെയാണ് പോകുന്നതെന്ന് നോക്കിക്കൊള്ളണം, എന്തിനാ പോകുന്നതെന്ന് നോക്കിക്കൊള്ളണം. ദൈവസഭയ്ക്കോ ദൈവമക്കൾക്കോ വിരുദ്ധമായ കാര്യത്തിന് വേണ്ടിയാ നിന്നെ വിളിക്കുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള സ്ഥലത്ത് ആര് വിളിച്ചാലും പോകാൻ പാടില്ല. എത്ര സ്ഥാനമാനങ്ങൾ, എത്ര ബഹുമാനം തന്നാലും, എന്തെല്ലാം സമ്മാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞാലും ആ സ്ഥലത്തേക്ക് പോകാൻ ഒരിക്കലും നാം മനസ്സുകൊണ്ട് പോലും നാം ചായുവാൻ പാടില്ല. ഇവരവിടെ ചെന്നിട്ട് ഇവൻ 3 സ്ഥലങ്ങളിൽ 3 സന്ദർഭങ്ങളിലായിട്ട് യാഗം നടത്തി നോക്കി. ഒന്നാമത് അവൻ ചെയ്തത് ബാമോത്ത് ബാലി എന്ന സ്ഥലത്ത്
7 യാഗപീഠങ്ങൾ ഉണ്ടാക്കി. അവിടെ 7 കാളകളെയും 7 ആട്ടുകൊറ്റന്മാരെയും അവിടെ അവൻ യാഗം കഴിച്ചു. പക്ഷേ ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അവൻ വിചാരിച്ച് ഇവിടുന്ന് മാറി മറ്റൊരു കോണിൽ പോയി. അവിടെ പോയി പിസ്ക കൊടിമുടിയിലെ സോഫീർ എന്ന സ്ഥലത്ത് 14 വാക്യത്തില് അതുപോലെ തന്നെ 7 യാഗപീഠങ്ങൾ മോവാബ് രാജാവിനെ കൊണ്ടുണ്ടാക്കിച്ചു. 7 കാളയും 7 ആട്ടുകൊറ്റന്മാരെയും ബിലെയാം നിർദ്ദേശപ്രകാരം അവിടെ യാഗം കഴിച്ചു. പക്ഷേ അവിടെയും ദൈവം പ്രസാദിച്ചില്ല. മൂന്നാമതവൻ പെയോർ മലയിൽ സംഖ്യാപുസ്തകം 23-28 വാക്യത്തില് അവൻ അവിടെയും ഇതുപോലെ തന്നെ 7 യാഗപീഠങ്ങൾ ഉണ്ടാക്കി. വിചാരിച്ചത് ദൈവം യാഗപീഠം ഉണ്ടാക്കി അവിടെ യാഗം കഴിച്ചു കഴിയുമ്പോൾ ദൈവം മനസ്സ് മാറി ഇവന്റെ ഇഷ്ടത്തിന് വരുമെന്ന. നമ്മുടെ കർത്താവ് ഒരിക്കലും മനസ്സ് മാറുന്നവനല്ല. നീ എത്ര യാഗപീഠം ഉണ്ടാക്കിയാലും ഏതെല്ലാം യാഗം നടത്തിയാലും ദൈവത്തെ പിൻപറ്റുന്ന ദൈവമക്കളുടെ ദോഷത്തിനായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. ഇതെല്ലാം പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ബാലാക് യാഗം കഴിച്ചുവെങ്കിലും ദൈവം അവന്റെ യാഗങ്ങൾ പ്രസാദിച്ചില്ല. അത് മാത്രമല്ല, ഇസ്രായേലിനെ ശപിക്കുന്നതിന് പകരം 3 സന്ദർഭങ്ങളിലും അവരെ അനുഗ്രഹിക്കുന്ന വാക്കുകളാണ് ബിലെയാമിന്റെ നാവിൽ കൂടി ദൈവം പുറപ്പെടുവിക്കുകയും ചെയ്തത്. നമുക്ക് വായിച്ചാൽ മതി. അവിടെ വായിച്ചാൽ മതി. ബിലെയാം സുഭാഷണം ചൊല്ലിയതിനകത്ത് യേശുക്രിസ്തു വരവിനെ കുറിച്ച് അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ ചൊല്ലിക്കൊടുത്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇസ്രായേലിനെ ശപിപ്പാൻ ദൈവം ബിലെയാമിനെ അനുവദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ബാലാക്ക് പറഞ്ഞു, നിന്നെ വിളിച്ചതുപോലെയല്ല, നീ ഇപ്പോൾ ഓടിപ്പോക്കുമല്ല, നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ അങ്ങനെ അപ്പോൾ അവൻ ഒരു കാര്യം അവൻ ചെയ്തു. അവൻ ദുരാലോചന പറഞ്ഞു കൊടുത്തു. അവന് മനസ്സിലായി യാഗങ്ങൾ കൊണ്ട് കഴിയത്തില്ല, ദൈവത്തിന്റെ മനസ്സിനെ മാറ്റുവാൻ കഴിയത്തില്ല. ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇവനെന്ത് പറഞ്ഞെന്നറിയാമോ? ദുരാലോചന പറഞ്ഞു കൊടുത്തതെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് 10 ലേഖനത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ അവിടെ നിന്ന് തിരികെ പോയത് ബിലെയാം പറഞ്ഞതിന് പ്രകാരം ബാലാക്ക് പ്രവർത്തിച്ചു നിമിത്തം തനിച്ചു പാർത്തിരുന്ന ദൈവജനത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. ഇവന് പ്രവചനം പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, കാട്ടുപോത്തിന് തുല്യമായ ബലം നിനക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ തനിച്ചു പാർക്കുന്ന വേർപാടെന്നുള്ള വിഷയം മാറ്റിയാൽ ബാലാക്കെ ഇവരെ നശിപ്പിക്കാൻ കഴിയും, ഇവരെ പരാജയപ്പെടുത്താൻ കഴിയാമെന്നുള്ള ദുരുപദേശമാണ് ഈ പറയുന്ന ബാലാക്കിന് ബിലെയാം ഉപദേശിച്ചു കൊടുത്തത്. അതനുസരിച്ച് സംഖ്യാപുസ്തകം 25-1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇസ്രായേലിൽ ശിത്തിമിൽ പാർക്കുമ്പോൾ ജനം മോവാബിയ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികളിൽ വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവിടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പേരിനോട് ചേർന്നു. അപ്പോൾ തനിച്ചു പാർത്തിരുന്ന ജനത്തെ വഞ്ചിക്കാൻ വേണ്ടി ഈ ബാലാക്കാകുന്ന മോവാബ് രാജാവിനോട് ബിലെയാം പറഞ്ഞു, സ്ത്രീകളെ അഴിച്ചുവിട്ടാൽ മതി, അവരെ ഈ പാളയത്തിലേക്ക് ചെല്ലത്തക്കോണം, ആകർഷിക്കത്തക്കോണം, പുരുഷന്മാർ ആകർഷിക്കത്തക്കോണം വഴിയൊരുക്കിക്കെടുത്താൽ മതി. അധികം താമസിയാതെ ഇവിടെ വിശുദ്ധി നഷ്ടപ്പെടും, ഇവർ വീണുപോകും, അങ്ങനെ നിനക്കിവരെ പരാജയപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതാണ് ബാലാക്ക് പറഞ്ഞു കൊടുത്തത്. രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന്റെ വിശുദ്ധിയെ നഷ്ടമാക്കി കളയാൻ വേണ്ടി സാത്താൻ അഴിച്ചുപെടുന്ന തന്ത്രങ്ങളെ മനസ്സിലാക്കുന്നതാണ് ബിലെയാം ഉപദേശിച്ചുകൊണ്ട് ദുരാലോചന. ബിലെയാം അനീതിയുടെ കൂലി കൊതിച്ച് ഇസ്രായേൽ ജനത്തെ ചതിച്ച് ഉപായങ്ങളാൽ അവരെ വലച്ചു കളഞ്ഞതായി ചരിത്രം തെളിവ് നൽകുന്നു. ഇതിന് സമാനമായ പ്രവൃത്തിയാണ് ബർഗമോസിലെ സഭയിൽ ഉണ്ടായത്. അതിന് സമാനമായ പ്രവൃത്തി ഉണ്ടായി. ദൈവസഭയെ ഇസ്രായേലിനെ വഞ്ചിച്ചു കളഞ്ഞതുപോലെ അവർ ജാതികളോട് ഇടകലത്തക്കവണ്ണം ദുർനടപ്പിലേക്കും അന്യദൈവങ്ങളുടെ സേവയിലേക്ക് അവരെ കൂലിക്കൊതിയന്മാരായ കള്ള ശുശ്രൂഷകന്മാർ വഴിതെറ്റിച്ചു കളഞ്ഞു. അതാണ് അവിടെ ഉണ്ടായത്. ഇന്നും ഈ ദിവസങ്ങളിൽ കള്ള ശുശ്രൂഷകന്മാർ, അതേ വേഷം പൂണ്ടവർ അനേക സഭകളെ തെറ്റിച്ചു കളയുന്നുണ്ട്. ബിലെയാമിക ഉപദേശം എന്നുള്ളത് കൂലിക്കൊതിയന്മാരായിരിക്കുന്ന അവൻ കൂലി കൊതിച്ച ബിലെയാം എന്തു ചെയ്തു? അവൻ അവിടെ ദൈവത്തിന്റെ ഉപദേശത്തിന് പകരമായി അവരുടെ പുറകിൽ മറഞ്ഞിരുന്ന ആ വിശുദ്ധി എന്ന മർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ആ പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. പക്ഷേ അവന് മനസ്സിലായി, ഈ ജനത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഒരു വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ മതിയെന്ന്. ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ദൈവസഭയ്ക്കകത്ത് നിന്നിട്ട്
ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് ഈ പറയുന്ന കള്ള കൂലിക്കുതികന്മാരായിരിക്കുന്ന അനേകരുടെ കൂലി കുതിച്ചു പോകുന്ന അനേകര് ദൈവസഭകളെ തെറ്റിച്ച് കളയുവാൻ ഇല്ലാതാക്കി കളയാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. ദൈവം സസൂക്ഷ്മം വീക്ഷണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. ഈ ഒരു കുറ്റം കുഞ്ഞെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചില കൂലിക്കുതിയന്മാരായിരിക്കുന്ന അനീതിയുടെ കൂലി കൊതിക്കുന്നവർ, ബിലെയാമിനെ പോലുള്ളവർ പെർഗമോസിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്, തിരിച്ചറിഞ്ഞുകൊള്ളണം. അപ്പോൾ ഉപദ്രവിച്ച് നോക്കും, കൊന്നുപിടിക്കാൻ നോക്കും. അന്തിപ്പാസിനെ കൊന്നു നോക്കി, അവർ പിടിച്ചു നിന്നു. പക്ഷേ ഇവിടെ ഈ പരസംഗം ചെയ്യുന്ന വിധത്തിലേക്ക് ഉള്ള രീതിയിലേക്ക് ഈ മിങ്കിൾ ചെയ്യത്തക്കവണ്ണം, ഇടകലരത്തക്കവണ്ണം അവിടെ സ്വാതന്ത്ര്യമുണ്ടായപ്പോൾ അതിൽ വീണു പോകുവാനിടയാത്തുന്നു. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ കൂടേണ്ടതിനോട് മാത്രമേ കൂടാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. തനിമ കാത്ത് സൂക്ഷിക്കണം പറയുന്നത്. വചനത്തിന് തനിമ കാത്ത് സൂക്ഷിക്കണം. അതൊരിക്കലും മിക്സ് ചെയ്യുവാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനം അത് പരിശുദ്ധാത്മാവ് വീഞ്ഞാണ്, അത് കട്ടിയുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഇടിമയ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വീഞ്ഞ് വെള്ളം ചേർന്നും ഇരിക്കുന്നു. അപ്പോൾ അനേകര് ഉപദേശത്തിൽ വെള്ളം ചേർക്കും, എന്നാൽ ദൈവത്തിൽ വെള്ളം ചേർക്കും. അങ്ങനെ ആരുടെയെങ്കിലും സാമ്പത്തികം കണ്ടുകൊണ്ട് ദൈവിക വചനത്തിന്റെ ഉപദേശത്തിൽ വെള്ളം ചേർക്കാത്തതിനെയാണ് സത്യ ഉപദേശം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് വെള്ളം ചേർക്കുന്നത്? ദരിദ്രന്മാരുടെ അടുത്ത് ഭയങ്കര ഉപദേശമായിരിക്കും, അവർക്ക് ഭയങ്കര വിശുദ്ധിയുടെ പ്രമാണങ്ങളായിരിക്കും പറയുന്നത്. കാശുള്ളവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പലരുടെ ഉപദേശമൊക്കെ മാറ്റിവെക്കും. എന്നാൽ എത്ര വലിയവനാണെങ്കിലും നിനക്ക് കിട്ടുന്ന കാശിൻ്റെ പിന്നാലെ വചനത്തെ വെള്ളം ചേർക്കാൻ പാടില്ല. സത്യവചനത്തോട് കൂട്ടുചേർക്കാതെ അതുപോലെ തന്നെ പ്രവർത്തിക്കണം. ഈ കൂട്ടുചേർത്തുള്ള പ്രവൃത്തി വരുത്തിയത് മുഴുവൻ നമുക്ക് മനസ്സിലായല്ലോ. വിലയാം ചെയ്ത പരിപാടിയാണ്. അത് അവരുടെ പരാജയത്തിന് കാരണമായി തീർന്നെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, സത്യവചനം പറയുന്നവൻ സ്നേഹമുള്ളവനാ. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശുശ്രൂഷക്കാരാ. അവർ കൂലി നോക്കുന്നവരല്ല, എന്തെങ്കിലും ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ കൂടുന്നവരല്ല. നമുക്കറിയാം, ഈ സുവിശേഷം ഏറ്റ അന്ന് മുതൽ ദൈവം തന്നിരിക്കുന്ന വചനത്തെ വിശ്വസ്തയോടെന്ന് കഴിഞ്ഞാൽ അത് ഏത് ഒരുത്തിൻ്റെ മുമ്പിലും അടിയറ വെക്കുന്നതല്ല ദൈവ ശുശ്രൂഷ എന്നുള്ളത്. ദൈവ ശുശ്രൂഷയ്ക്ക് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വേർതിരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ മർമ്മത്തെ മനസ്സിലായിക്കൊള്ളണം. ദൈവത്തിൻ്റെ വചനത്തോടുകൂടി കൂട്ടുവാൻ കുറയ്ക്കുവാൻ പാടില്ല. ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടിയോ മാനത്തിന് വേണ്ടിയോ സമ്പാദ്യത്തിന് വേണ്ടിയോ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ദൈവവചന തനിമ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. ഒരുപക്ഷെ നമ്മളെ മീറ്റിങ്ങിന് വിളിച്ചാൽ ഒരു ദിവസം കഴിയുമ്പോൾ പൊക്കോളാൻ പറയും, വേണ്ടെന്ന് പറയും. എന്നെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ 3 ദിവസത്തേക്ക് അവിടെ പോയതാ. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയ ആൾ വന്ന് പറഞ്ഞു, അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, നാളെ മുതൽ വേണ്ടെന്ന് പറഞ്ഞു വിട്ടോട്ട്. കുഴപ്പമില്ല, തിരികെ പോരാ. വചനത്തിന് പറയേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുവാൻ സത്യത്തിന് വേണ്ടി നിൽക്കണം. അവിടെ 3 ദിവസത്തെ മീറ്റിംഗ് നിർത്തി 5 ദിവസമാക്കാൻ വേണ്ടി വചനത്തോട് കൂട്ടിച്ചേർക്കത്തില്ല. അതുകൊണ്ട് സത്യവചനത്തിന് വേണ്ടി നിൽക്കണം. ബിലെയാമിക ഉപദേശം ഇതാണ്. മനസ്സിലായല്ലോ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നും ആരെങ്കിലും അവരുടെ സ്ഥാനത്തിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ദൈവവചനത്തെ വളച്ചൊടിക്കുകയോ ദൈവവചനത്തെ മയപ്പെടുത്തുകയോ അതിൽ വെള്ളം ചേർക്കുകയോ ചെയ്താൽ ദൈവാത്മാവ് പറയും, ബിലെയാമിക ഉപദേശം ദുരുപദേശം തലയുയർത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസഭയ്ക്കകത്ത്, സത്യം പറഞ്ഞ സഭയ്ക്കകത്ത് 1000 10,000 വന്ന് കൂടത്തൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാ ഈ ആളില്ലാത്തൊന്ന്. ആള് വരുത്തണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ മാറ്റിയാൽ മതി. അരിച്ചെടുക്കുന്ന ദൈവസഭ അതുകൊണ്ട് 2-3 പേരെ കാണുന്നുള്ളൂ. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ സഭയ്ക്കകത്ത് ആളില്ലാത്തത്, അല്ലേ? ഭയപ്പെട്ടൊന്നും പോകണ്ട. ചെറിയ ആട്ടിൻകൂട്ടമെന്നാണ് വായിക്കുന്നത്. ഈ ഫിൽറ്റർ മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ പിതാക്കന്മാർ ഫിൽറ്റർ വെച്ചാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അരിച്ചെടുത്ത് വന്നത് കുറച്ചൊക്കെ. ഇപ്പം പ്രോസ്പെരിറ്റിയുടെ തീരെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, സാമ്പത്തികത്തിൻ്റെ നേട്ടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഭൗതികം എന്നപ്പോൾ ഫിൽറ്റർ മാറ്റി. എന്തും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പുരുഷൻ്റെ വസ്ത്രം സ്ത്രീ ധരിച്ചാലും സ്ത്രീ വസ്ത്രം പുരുഷൻ ധരിച്ചാലും തലേ തുണിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എല്ലാം കാറ്റിൽ പറത്തിക്കളഞ്ഞു.
ദൈവജനമേ, വചനത്തിൽ നിന്ന് മാറാൻ പാടില്ല, ദൈവത്തിൽ നിലനിൽക്കണം. ഇത് ഇന്ന് രാത്രി ഞാൻ പ്രസ്താവിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ദൂതാണ് നാം കേൾക്കുന്നത്. അതുകൊണ്ട് ബിലെയാം ചെയ്തത്, അവൻ ചെയ്തത് ചെറിയൊരു കാര്യമാണ് പറഞ്ഞു പോയത്. ഇത്രയേ പറഞ്ഞുള്ളൂ: ബാലാക്കെ, നിനക്കിവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, എന്നെ വിളിച്ചിട്ടും കാര്യമില്ല, ദൈവം അനുഗ്രഹിച്ച ജനമാ. ഇവരുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ ഇവർക്കൊരു വിശുദ്ധിയുണ്ട്, ഇവർക്കൊരു പ്രമാണമുണ്ട്. തനിച്ചു പാർക്കുന്നൊരു ജനമാ, കാട്ടുമ്പോൾ തുല്യമായ ബലമുണ്ട്. ദിവസങ്ങളിൽ തനിച്ചു പാർക്കേണ്ടി വന്നാൽ ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചോളണം. രാത്രി ഒറ്റ തീരുമാനമെടുക്കാൻ കഴിയും. അതിന് ഒറ്റപ്പെട്ടു പോയാലും, ആരെല്ലാം ഏതെല്ലാം വഴിക്ക് പോയി ആൾക്കാരെ കൂട്ടുന്ന വലിയ പ്രസ്ഥാനം ഉണ്ടാക്കിയാലും അതിൻ്റെ പിന്നെ പോകുന്നവരല്ല ദൈവമക്കൾ. ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാടിൽ തന്നെ ദൈവസഭ വളർത്തിക്കൊണ്ടുവരണം. അതാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു ചിന്തയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവരുടെ കുറ്റം കുറഞ്ഞ കുറ്റമല്ലായിരുന്നു, വലിയ കുറ്റം തന്നെയാണ് പെർഗമോസിൽ ഉണ്ടായത്. പക്ഷേ അത്ര വലിയ പൈശാചിക ആധിപത്യത്തിന് സ്വാധീനത വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറ്റം ദൈവദൃഷ്ടിയിൽ അത്ര വലുതായി ദൈവം കണക്കാക്കുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യക്തമാക്കും. ദൈവം സ്നേഹത്തോടെ പറയുകയാണ്, നിങ്ങൾ വലിയ പോരാട്ട നടുവിലാണ് നിൽക്കുന്നത്. എന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന തന്ത്രം ബിലിയാമിക തന്ത്രമാണ്, ദുരുപദേശമാണ്. അതിനെ തിരിച്ചറിയണം. സ്നേഹത്തിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി പരിശ്രമിക്കും, ഉപദ്രവിച്ചു നോക്കും, കൊന്നു നോക്കും. അതിന് ദൈവസഭയെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല എന്ന് കാണുമ്പോൾ തനിമ നഷ്ടപ്പെടുത്തി, വചനത്തെ തനിമ നഷ്ടപ്പെടുത്തി കൂട്ടിക്കലർത്തി പഠിപ്പിച്ച് എണ്ണം കൂട്ടിയെടുക്കും. മറിച്ചിടാത്ത ദോശ പോലെ ഉണ്ടാക്കി വയ്ക്കും. പ്രയോജനമില്ല. അത് വർധനവിനെ കാണിക്കുന്നു. മറിച്ചിടാത്ത ദോശ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. പാട്ടുണ്ട്, ആരാധനയുണ്ട്, ശുശ്രൂഷയുണ്ട്, അന്യഭാഷയുടെ എല്ലാം കാണും. എല്ലാം ഡ്യൂപ്ലിക്കേറ്റുകളാണ്. മറിച്ചിടണം. അകത്തും പുറത്തും ഒരുപോലെ വേഗണം. അകത്ത് മാനസാന്തരമുണ്ടായാൽ പുറത്തും അതിൻ്റെ മാറ്റമുണ്ടാകും, ജീവിതത്തിൽ കാണും. അതുകൊണ്ട് ദിവസങ്ങൾ അകവും പുറവും ഒരുപോലെ വേഗണം. വചനമാകുന്ന തീക്കകത്ത് ഞാനും നിങ്ങളും ശരിയായ രീതിയിൽ വെന്തിരിക്കണം. നമ്മുടെ അകവും പുറവും ഒരുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാകണം. ജീവിതവും ആത്മീയതയും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. പ്രസംഗം ഒരിടത്തും ജീവിതം മറ്റൊരു ഭാഗമാകാൻ പാടില്ല. യേശു കർത്താവ് ഉപദേശിച്ചതും അവൻ ചെയ്തതുമാണ്. അപ്പോൾ കർത്താവ് പ്രവർത്തിച്ചു, അത് അവൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് കാലുകൾ കഴുകിയിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് നിങ്ങളും ചെയ്യണമെന്ന്. അവൻ ചെയ്തിട്ടാണ് ഉപദേശിച്ചത്, അവൻ ചെയ്തും ഉപദേശിച്ചതുമായ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ ഉപദേശവും അത് ഒന്നായിത്തീരുന്നതിനെയാണ്, ഒരുപോലെ ആയിത്തീരുന്നതിനെയാണ് മറിച്ചിടുന്ന ദോശ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് നമുക്ക് പ്രസംഗിക്കാൻ കഴിയും, നമുക്ക് സാക്ഷ്യത്തിലൂടെ ജീവിക്കാൻ കഴിയും, പലതും പറയാൻ കഴിയും. പക്ഷേ ജീവിതമായിട്ട് അതിന് ബന്ധമില്ലെങ്കിൽ മറിച്ചിടാത്ത ദോശയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വേഗത്തിൽ നമുക്ക് വെന്ത് ലഭിക്കത്തക്ക പ്രയോജനപ്പെടത്തക്ക രീതിയിൽ, അതുകൊണ്ട് നമ്മുടെ ജീവിതം പ്രയോജനകരമായിരിക്കണം. ഞാൻ ഇന്ന് രാത്രിയിൽ പറയുന്ന പ്രിയപ്പെട്ടവരെ, സ്ഥാനപ്പെടുത്തുവാൻ വരുന്നവരെ പലരെയും ഞാൻ പിന്മാറ്റി വിട്ടിട്ടുണ്ട്, സ്ഥാനപ്പെടുത്താതെ വിട്ടിട്ടുണ്ട്. ഉപദേശം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാമെങ്കിൽ മാത്രമേ, ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറുണ്ടെങ്കിൽ മാത്രമേ സ്ഥാനപ്പെടുത്തപ്പെടാവൂ എന്ന് ശക്തമായ ദൂത് പറഞ്ഞപ്പോൾ സ്ഥാനപ്പെടാൻ വന്നവർ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാരെ കൂട്ടുന്നതല്ല ദൈവസഭ. ദൈവത്തിന് ആൾക്കാരെ, അതുകൊണ്ട് 2000 വർഷമായിട്ടും കർത്താവ് വരാത്തത്. ആദ്യത്തെ നൂറ്റാണ്ടിൽ തന്നെ ദൈവം അഴിച്ചുവിട്ടിരുന്നെങ്കിൽ, ഉപദേശം കുറച്ചിരുന്നെങ്കിൽ, ഇത്രയും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ ആൾക്കാർ തികഞ്ഞേനെ. പക്ഷേ ഈ 2000 വർഷം കഴിഞ്ഞിട്ടും ദൈവത്തിൻ്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളാകേണ്ട എണ്ണം തികയാത്തത് കൊണ്ടാണ് ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനുസരണം തികയുന്ന, എണ്ണം തികയുന്ന തികവിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം സദുപദേശം നൽകുമ്പോൾ അതൊരിക്കലും ഒരു നന്മയ്ക്ക് വേണ്ടി, ഭൗതികമായ ഒരു നന്മയ്ക്ക് വേണ്ടി അടിയറ വെക്കരുത് എന്നാണ് ഇവിടെ പെർഗമോസിലെ സഭയോട് ദൂതായിട്ട് കർത്താവ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തെ തനിമ കാത്ത് സൂക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവത്തിൻ്റെ കസ്റ്റോഡിയൻസാണ് ഞാനും നിങ്ങളും. അത് നാം കാത്തു സൂക്ഷിക്കുന്നതായിരിക്കണം. ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി തീരുവാൻ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രസംഗവും
നമ്മുടെ പഠിപ്പീരും നമ്മുടെ കാര്യങ്ങളൊക്കെയും കർത്താവിൻ്റെ വചനത്തോട്ടമായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് തിരുത്തി പോകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞതുകൊണ്ട് ഇനിയും നിക്കലോട് ഉപദേശം എന്താണെന്ന് എഫെസോസ് സഭയുള്ള ബന്ധത്തിൽ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാനതിവിടെ ആവർത്തിക്കുന്നില്ല. തുടർന്ന് അടുത്ത വചനത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രശ്നപരിഹാരമാണ്. കുറവിനെ ചൂണ്ടിക്കാണിച്ച കർത്താവ് ബിലിയാമിക ഉപദേശം അവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് പറയുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു, ആകയാൽ മാനസാന്തരപ്പെടുക. ദൈവത്തിന് വിരുദ്ധമായ ബിലിയാമി ഉപദേശങ്ങൾക്കും നിക്കോലോവരുടെ ഉപദേശങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുന്നവർ അതിൽ നിന്നും വേഗത്തിൽ മനം മോചനം പ്രാപിച്ച് മാനസാന്തരപ്പെടണം എന്നുള്ള ആജ്ഞയാണ് പ്രശ്നപരിഹാരമായി കർത്താവിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം സ്നേഹത്തോടെ പറയുന്നത്, അത് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാ സ്നേഹത്തോടെ പറയുന്നത്. ഇന്ന് രാത്രി സന്ദേശം സ്നേഹത്തോടെ ദൈവം അറിയിക്കുന്നത്, എന്നാൽ ദൈവം മാനസാന്തരപ്പെടുവാൻ സമയം തന്നിട്ടും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സംസാരത്തിൻ്റെ ഇടപെടലിൻ്റെ രീതി കർത്താവ് മാറ്റും. അത് പ്രശ്നപരിഹാരമായിട്ട് പറഞ്ഞിട്ട് മുന്നറിയിപ്പായിട്ട് ദൈവം കൊടുക്കുകയാണ്. പ്രശ്നപരിഹാരം പറഞ്ഞു, ഇതാണ് നിന്റെ രോഗം, ഇതാണ് നിന്റെ ചികിത്സ. നീ അത് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതാണ് മുന്നറിയിപ്പ്. മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായം 16-ാം വാക്യം, അല്ലാഞ്ഞാൽ നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. പറഞ്ഞിരിക്കുന്നത്, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായില് വാളുകൊണ്ട് അവരോട് പോരാടും. ഇപ്പോൾ സാത്താനാ പോരാടിക്കൊണ്ടിരുന്നതെങ്കിൽ അവൻ്റെ തന്ത്രമായിരിക്കുന്ന ഉപദേശം അയച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ പോരാടാൻ വരത്തില്ല. അവൻ്റെ കാര്യം അവൻ ചെയ്തെടുത്തു. മനസ്സിലായോ? ദൈവസഭയുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി, തനിമ നഷ്ടപ്പെടുത്തി, ദുരുപദേശങ്ങൾ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സാത്താൻ പോരാടാൻ വരത്തില്ല. അവന് ഉപദേശം അയച്ചുകൊണ്ടേയിരിക്കും, എല്ലാ സഭകളും കടത്തിവിട്ടുകൊണ്ടേയിരിക്കും. കഥ പറഞ്ഞു, എൻ്റെ സഭയെ നശിപ്പിക്കാൻ വേണ്ടി, സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി, ഭൗതിക നന്മയ്ക്ക് വേണ്ടി ഒക്കെ കള്ളപ്രവചനം നടക്കുകയും കള്ള ശുശ്രൂഷന്മാരായിട്ടുള്ളവർ അവര് മാനസാന്തരപ്പെടാതിരുന്നാൽ, ഈ ഉപദേശമായി ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ദൈവം പറഞ്ഞു, ഞാൻ തന്നെ പോരാടും. ആരാണ് ഇത് മനസ്സിലായല്ലോ? സാത്താനോട് പോരാടി നിന്നവരാ, മല്ലടിച്ചു നിന്നവരാ, വർഷങ്ങളായി ദൈവത്തിന് വേണ്ടി നിന്നവരാ. എന്നാൽ ദുരുപദേശത്തിൽ കുടുങ്ങിപ്പോയപ്പോൾ ദൈവം പറഞ്ഞു, സാത്താൻ വിജയിച്ചു ആ ഭാഗത്ത്. നീ അതിൻ്റെ അകത്ത് പെട്ടുകഴിഞ്ഞാൽ ഞാൻ നിനക്ക് മാനസാന്തരപ്പെടാൻ സമയം തരിക. മാറി വന്നു കഴിഞ്ഞാൽ ഗുണപ്പെട്ടു, നല്ലതാ. ഞാൻ ഇരുവായത്തുള്ള വാളുകൊണ്ടാണ് സംസാരിക്കുന്നത്. മാനസാന്തരത്തിന് അവസരം നൽകുന്ന ഇരുവായത്തുള്ള വാളാ. എന്നാൽ സ്നേഹവാനായിരിക്കുന്ന ദൈവം ശിക്ഷിക്കുന്നവനുമാ, നിത്യമായ ശിക്ഷ നൽകുന്നവനുമാ. അവൻ പറഞ്ഞു, ഇനി സാത്താനല്ല അവരോട് പോരാടുന്നത്, ഞാൻ എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. രാത്രി നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കിയ ദിവസങ്ങളിൽ ദൈവമേ ഞങ്ങൾക്ക് മാനസാന്തരത്തിന് അനുഭവം നൽകണമേ. നിന്റെ വചനത്തോട്ടോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടം സ്ഥാപിക്കാൻ വേണ്ടി വചനത്തിൻ്റെ വാക്യങ്ങളെ കൂട്ടി കുഴയ്ക്കുകയും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയുമല്ല ചെയ്യേണ്ടത്. സ്നാനപ്പെടാൻ കഴിയാത്തവർ സ്നാനപ്പെടണ്ട, പക്ഷേ ഈ വചനത്തെ കോട്ടിക്കളയരുത്. അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കണ്ട, പക്ഷേ വചനത്തെ കൂട്ടുപിടിച്ച് ദുരുപദേശം പ്രചരിപ്പിക്കരുത്. ജീവിക്കാൻ കഴിയാത്തവർ ജീവിക്കേണ്ട, പക്ഷേ നീ വചനത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളെടുത്ത് നീ മദ്യപിക്കാൻ വേണ്ടി അല്പം വീഞ്ഞു കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുള്ള വചനം കോട്ടിക്കളയരുത്. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് മനസ്സായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. പറഞ്ഞ് ഇനി പോരാടുന്നത് സാത്താനല്ല, പോരാടുന്നത് എൻ്റെ വചനം തന്നെ നിങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കാൻ പോവുകയാണ്. അനുഗ്രഹത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നത് നമ്മെ പണിതെടുത്ത് തികവുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയാണ്. ദൈവിക ഉപദേശത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വായിലെ വാക്കുകൾ വരുന്നത് അതേ വചനം നമ്മെ നിർമൂലമാക്കി കളയാൻ വേണ്ടിയാ, ഇല്ലാതാക്കി കളയാൻ വേണ്ടിയാ. അതുകൊണ്ട് മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, സന്ദേശം കേൾക്കുന്നവരെ, ദിവസങ്ങളിൽ നമുക്ക് വിനയപ്പെടാം. നാം മുഖാന്തരമായി
നമ്മുടെ തലമുറകൾക്ക് ഭാരം വരാൻ പാടില്ല, അവർക്ക് നാശം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ജീവിപ്പാൻ, അതേ ദുരുപദേശങ്ങളുടെ പിന്നാലെ പോകാതെ ദൈവത്തിൽ സത്യവചനത്തെ മുറുകെ പിടിക്കുന്നതിനെയാണ് നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. തുടർന്നുള്ള വചനം വായിക്കുമ്പോഴും ഇതിനോട് അനുബന്ധമായിട്ടാണ് സഭകളുടെ ദൂത് കാണുന്നത്. ഈ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മൂർച്ചയേറിയ ഇരുവായത്തുള്ള വാൾ ഉള്ളവൻ അള്ളിച്ചെന്നത് മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ്. നിരസിക്കുന്നവരെ ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവസഭയിൽ നിന്ന് ഛേദിച്ചു കളയും എന്നുള്ള മുന്നറിയിപ്പാണ് കർത്താവ് സഭയോടുള്ള ബന്ധത്തിൽ അള്ളിച്ചിട്ടുള്ളത്. പെർഗമോ സഭയോടുള്ള ദൂത് പറഞ്ഞു തുടങ്ങിയത് ഇരുവായത്തിലുള്ള വാളുള്ളവൻ എന്ന ബന്ധത്തിലാണ്. അതിന് ഇരുവശങ്ങളുണ്ട്, നമുക്കറിയാം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നില്ല ഇനി. അതിന് ഇരുവശങ്ങളുണ്ട്. മുറിക്കുവാനും മുറിവ് കെട്ടുവാനും വേണ്ടിയാണ്. എന്നാൽ മുറിച്ചു മാറ്റുവാൻ വേണ്ടി വായിൽ നിന്നുള്ള വാള് വീണ് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമുക്കെതിരെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇവനെ കൊണ്ട് വയ്യ, മടുത്തു എന്ന് നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നീട് അതാ പറയുന്ന പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന ദോഷങ്ങൾ, പാപങ്ങൾ ക്ഷമിക്കുകയില്ല എന്ന് രാത്രിയിൽ നമുക്ക് സമ്മതിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ആത്മാവിന് വിരുദ്ധമായി ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ ഉയർത്തുന്ന തെറ്റുകളെ, അത് പരിശുദ്ധാത്മാവ് കുറ്റബോധം നൽകുമ്പോൾ, തെറ്റാണെന്ന് മനസ്സിലാകുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നതാണ് മാനസാന്തരം. എന്നാൽ അതിനെ നാം അവഗണിച്ചു പോയി കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ, ഈ തഴമ്പ് വീഴുക എന്ന് പറയും, മനസ്സ് തഴമ്പിച്ചു പോകുക എന്ന് പറയും. തഴമ്പ് അറിയണമെന്നുണ്ടെങ്കിൽ മരത്തെ കയറുന്നവിടെയൊക്കെ കൈകാലൊക്കെ നോക്കിയാൽ മതി, തഴമ്പ് കാണും. ഒരു കാര്യം ചെയ്യുമ്പോൾ, സ്ഥിരമായി ചെയ്യുമ്പോൾ തഴമ്പുണ്ടാകും. അപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടിട്ട് വചനം കേട്ടിട്ട് അതിനെ അവഗണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അവസാനം തഴമ്പായി പോകും. അങ്ങനെ തഴമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരെ ഒരിക്കലും മാനസാന്തരത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വയ്യാത്ത വിധത്തിൽ അവരെ ഉപേക്ഷിക്കുന്നതിനെയാണ് ദൈവം പറഞ്ഞ് ഞാൻ പോരാടുന്നത്. പോരാടുന്ന അവരെ കൊന്നു കളയുന്നില്ല. എൻ്റെ അർത്ഥം അവർക്ക് മടങ്ങി വരാൻ കഴിയാത്ത വിധത്തിൽ സഭയിലെ അംഗങ്ങളായിരിക്കും, കർത്തൃമേശം എടുക്കും, എല്ലാ പരിപാടിക്കും മുമ്പിലും കാണും. പക്ഷേ ഇവരെ ദൈവം തള്ളിക്കളഞ്ഞവരാ ഇന്ന് രാത്രിയിൽ. അതുകൊണ്ട് നാം അങ്ങനെ ഏതെങ്കിലും ഒരു ചടങ്ങ് നിവർത്തിക്കുന്നതാകാതെ, ദിവസങ്ങളിൽ നമ്മുടെ മനസ്സ് തഴമ്പിച്ചു പോകാതെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുത്തുകൊള്ളുകയാണെങ്കിൽ, തെറ്റുകളെ മനസ്സിലാക്കി തരികയാണെങ്കിൽ, രാത്രി നമുക്ക് പറയാം, കർത്താവേ, ഞാൻ എൻ്റെ മനസ്സ് കടിപ്പിക്കുന്നവരായിട്ടല്ല, തഴമ്പ് വീഴുന്നവരായിട്ടല്ല, എൻ്റെ വചനത്താൽ കഴുകി എന്നെ ശുദ്ധമാക്കണമേ. എനിക്ക് ഒരു വിടുതൽ ആവശ്യമാണെന്ന് ദൈവത്തിൽ സമർപ്പിച്ച് വിടുതൽ പ്രാപിച്ചാൽ, കർത്താവ് അങ്ങനെയുള്ളവരെ ദൈവം സ്നേഹിക്കുന്നു, അവരെ ദൈവം നിലനിർത്തുന്നു. അതല്ല നാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നാം എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടിയാലും കർത്താവ് പറയും, നിന്നെ തള്ളിക്കളഞ്ഞതാ, നീ അവിടെ നിന്നോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അതുകൊണ്ട് നാം ഏത് ഭാഗത്തുള്ളവരാണ്? മനസ്സിൻ്റെ അകത്ത് പ്രാഗൽഭ്യമുണ്ടോ? ഹൃദയത്തിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ടോ? ദൈവ സത്യത്തിന് വേണ്ടി നിൽക്കുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ കരമുയർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ഏതെങ്കിലും വിഷയത്തിൽ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നെങ്കിൽ, രാത്രിയിൽ മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ ഇരുവായത്തുള്ള വാളുള്ളവൻ അരുളിച്ചെയ്യാണ്. എന്നാൽ അതിന് വിരുദ്ധമായി പോയി കഴിഞ്ഞാൽ, പെർഗമോ സഭയോട് പറഞ്ഞു, നീ നിൽക്കുന്നത് വലിയ കഷ്ടമുള്ള സ്ഥലത്താ, വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താ, നീ കഷ്ടം സഹിച്ചതാ, എല്ലാം അനുഭവിച്ചതാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇത് തുടർന്നു കഴിഞ്ഞാൽ അവരോട് ഞാൻ പോരാടും, അവരെ നീക്കിക്കളയും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വചനം മനസ്സിലായതുകൊണ്ട് നമുക്കത് രാത്രിയിൽ പറയാം, കർത്താവേ, ഞങ്ങളെ ഒന്ന് ചെത്തി വെടിപ്പാക്കണമേ. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചു കൊണ്ട്, കർത്താവേ, ഞങ്ങളെ മുറിച്ച് കളയരുതേ, ഞങ്ങളെ ചെത്തി വെടിപ്പാക്കണമേ. അത് നമുക്കൊരു വെടിപ്പാക്കൽ ആവശ്യമാണ്. നന്നായി കായ്ക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആ വചനം കൊണ്ട് നമ്മെ ഒന്ന് കഴുകി, നമ്മുടെ മനസ്സിനെ നന്നായി കഴുകി, അത് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് മനസ്സ് തെളിയോടെ ദൈവവചനം കേട്ട് ദൈവസ്ഥനിൽ കരയുന്നതിനെയാണ് മനസ്സ് തെളിയുക എന്ന് പറയുന്നത്. നമ്മുടെ വിഷയങ്ങൾക്ക് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ കരയാറുണ്ട്. പക്ഷേ എന്നാൽ എത്ര പേർ വചനം കേട്ടിട്ട് കുറവുണ്ടെങ്കിൽ കരയും? ദിവസങ്ങളിൽ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ മാനസാന്തരത്തെ കാണിക്കുകയാണ്. ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ, അത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, കർത്താവിനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളിൽ ഒരു സമർപ്പണത്തിലേക്ക് ദൈവാത്മാവ് സഭകളെ നടത്തട്ടെ. കാരണം ദൈവം നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരികമായിരിക്കുന്ന വിശുദ്ധിയാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവമായിട്ട് ബന്ധം എപ്പോഴും ഉണ്ടാകും. ഞാൻ ദൈവത്തിൻ്റെതാണ്,
ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള ആ സാക്ഷ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾ ഉള്ളവരാണ്. ദിവസങ്ങൾ ആ സാക്ഷ്യം പുലർത്തി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് പ്രതിഫലമായിട്ട് ദൈവസഭയോട് പറഞ്ഞിരിക്കുന്ന ദൂത് 2-17 വാക്യമാണ്. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നതല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. രാത്രിയിൽ ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തോടെ അവസാനിപ്പിക്കുക. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിൻ്റെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അതെ, ഇതെടുത്തു പോയാൽ ഇനിയും സമയം മുമ്പോട്ട് പോകും. ദൈവം വരുന്ന ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ദൈവവചന സന്ദേശം ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അതേ കർത്താവേ, അങ്ങയുടെ വചനം നേരുള്ളതാണ്, ജീവനുള്ളതാണ്, അത് മായമില്ലാത്തതാണ്. ആ പാല് കുടിച്ച് വളർന്ന് കട്ടിയുള്ള ആഹാരം കഴിച്ച ദിവസങ്ങളിൽ അതിനു വേണ്ടി ഒരുക്കപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. കട്ടിയില്ലാത്ത മായമുള്ള പാല് കുടിക്കുവാൻ അനേകർ ഓടി നടക്കുമ്പോൾ അത് വളർച്ചയെ ബാധിക്കും. നമുക്ക് വേണ്ടിയത് കട്ടിയായിട്ടുള്ളതാണ്. അതേ ദിവസങ്ങൾ വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് സദുപദേശത്തിൽ നിലനിന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാനുള്ള ആ വലിയ ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. വചനങ്ങളെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ബിലയാമി ഉപദേശം അവരവിടെ പ്രയോഗിച്ചത് താൽക്കാലികതയ്ക്ക് വേണ്ടിയായിരുന്നു, താൽക്കാലിക ലാഭത്തിന് വേണ്ടിയായിരുന്നു. അത് ജനത്തെ വഞ്ചിച്ചു കളഞ്ഞു. ബിലയാമിന് കുറച്ച് സാമ്പത്തികം മതിയായിരുന്നു, അവന് സ്ഥാനം മഹിമ മതിയായിരുന്നു. അവനെ ഓടിച്ചു കളയെന്ന് പറഞ്ഞപ്പോൾ അവനെ അങ്ങനെ ഓടിപ്പോകാതെ അവനെ കൊണ്ടിവിടത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി, സമ്മാനം ലഭിക്കാൻ വേണ്ടി അവൻ ജനത്തെ വഞ്ചിച്ചു കളഞ്ഞു. ദിവസങ്ങളിൽ ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ ശുശ്രൂഷിക്കുന്ന മുഖാന്തരമായി, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന മുഖാന്തരമായി മറ്റാരും വഞ്ചിക്കപ്പെട്ടു പോകുവാൻ ഇടയാകരുതേ. നീ തന്നിരിക്കുന്ന ശുശ്രൂഷ തനിമ കാത്ത് സൂക്ഷിച്ച് അനേകരെ കർത്താവിൻ്റെ വരവിൻ്റെ ഒരുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതേ ദിവസങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി നമുക്ക് ജീവിപ്പാൻ കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് ദൂത് കൈമാറിക്കൊണ്ട് ഇന്നത്തെ ദൂതിന് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.